ഡോക്ടർമാര് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയണില്ല. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് മാഷേ, എന്റെ മോള് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. മറിഞ്ഞ ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് എടുക്കുമ്പോ അവള് പോയി തന്നെയാ കരുതിയത്. ആ അങ്കലാപ്പിനിടയില് മാഷയും കുട്ടികളെയും പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്കിയപ്പോ ആർക്കും ഒരു പിടിയില്ല. എന്തായാലും ഭാഗ്യായി, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, കുട്ടികളെവിടെ? ആ മിടുക്കൻ മധുരനാരങ്ങ ചെറുനാരങ്ങ കുട്ടിയോ? ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്തായാലും വരാൻ തോന്നിയല്ലോ, ഞാൻ മറക്കില്ല മാഷേ. കുട്ടികളെ കാണാൻ ഒരു ദിവസം നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞുണ്ട്. മോളൊന്ന് എണീറ്റോട്ടെ. ഉണ്ണീന്നല്ലേ അവന്റെ പേര്? നല്ല വാസനയുണ്ട്, സംഗീതം പഠിപ്പിക്കണം. കൈക്ക് മോളെ, നല്ല മോളല്ലേ. ദാ അമ്പിളിയമ്മ നോക്കണണ്ട, മോള് മാമുണ്ടോ നോക്കുക. വയർക്ക് പൊന്നു മോളല്ലേ വയർക്ക്. ഉമ്മ ഒന്നും കൂടി പാടി നോക്കട്ടെ മോള്. വേണ്ട, നേരത്തെ ഉമ്മ പാടിയതാ പ്രശ്നമായത്. ദൂരെ ഹലാക്ക് പാടി, അതോടെ മോക്ക് പേടിയായി. ഓടിയോടുന്ന് നിന്റെ പാട്ട് കേട്ട് ഈയും കുറെ ചോറ് ബയിച്ചേക്കണ്. എന്റെ ബാപ്പ വരെ ബയിച്ചേക്കണ്. വെറുതെ എല്ലാ നാട്ടുകാരും നിമിഷകവി താത്താന്ന് വിളിക്കണേ. അതേടി നിമിഷ താത്ത തന്നെ ഞാന്. അനക്ക് കേക്കണോ അമ്പിളിമാവനെ പറ്റി ഞാനൊരു പാട്ട് പാടണത്? ഇപ്പൊ മോക്ക് കേക്കണ. ആ, അമ്പിളി ബട്ട പത്തിരി ചുട്ട് ആകാശപ്പൂതു നാരി പുന്നാരമണിമാരനെ കാത്തിരുന്ന് പിന്നെ 14 രാവ് കഴിഞ്ഞ് മണിമാരൻ പറഞ്ഞപ്പള കരുത്തുള്ളോരേലി വന്ന് പത്തിരിക്കാരണ്ട് ബട്ട പത്തിരിക്കാരണ്ട്. തനനന്ന താന തന്ന തന്ന താന. മാഷ് വന്നു. എന്താണിത്? വയറ് കഴിച്ചോലും കഴിക്കിട്ടാ കുത്തിരിക്കും മാഷ. മോടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാഷെ? ഭേദണ്ടാ? ബോധം ഇപ്പോഴും വന്നിട്ടില്ല. റബ്ബുലാലമിനായ തമ്പുരാനെ, എന്താ ഇങ്ങനെ കണ്ണിച്ചോരയിലുണ്ടാവണത്? പടച്ചോന്റെ കടയിൽ ചോരയൊക്കെ ഉണ്ട്. ബർക്കച്ചട്ട വർത്താനം പറയണ്ടേ, കൊച്ചിന് വെക്കാൻ ചോറ് കൊടുക്കാൻ നോക്ക്. മാഷിക്ക് കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോണ്ടാണെന്ന്. അവിടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ മാഷെ? ആൾക്കാരൊക്കെ ഉണ്ട്. മോളിവിടെ ഒറ്റക്കായതുകൊണ്ട് വിഷ്ണുവിന് ഇങ്ങോട്ട് പോരാതെ പറ്റില്ലല്ലോ. എന്ത് സഹായത്തിന് ഞങ്ങൾക്ക് ഉണ്ട് മാഷെ. ഒന്ന് ഒച്ചേല് വിളിച്ചാ മതി, ഏത് അന്തിപ്പാതിരാക്ക് ഓടി അവിടെ എത്തും. ഇനിയിപ്പൊ ആശുപത്രി പോയി നിക്കണ ഉമ്മ പോയി നിക്കാം ഇല്ലേ? അത്യാവശ്യത്തിന് മേശയും കട്ടിലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഭാര്യ സൂക്കേട് മാറി വരുന്നവരെ ഭക്ഷണത്തിന്റെ കാര്യത്തില് മാഷ് ബേജാറാവണ്ട. മാഷക്കും മോൾക്കുള്ളത് അപ്പപ്പ സുനേനെ കൊണ്ടുതരും. അതൊന്നും വേണ്ട അബ്ദുള്ളക്ക, ഒറ്റയ്ക്ക് ജീവിച്ച നല്ല ശീലമുണ്ട് എനിക്ക്. എന്നാലും അങ്ങനെ അല്ലല്ല, എന്റെ ഒരു സന്തോഷത്തിനാണെന്ന് കരുതിയാൽ മതി. അപ്പൊ ഞാൻ നിക്കണ വെളുപ്പിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അബ്ദുള്ള പോയിക്കോളൂ. മോളുറങ്ങി. ഇങ്ങതാ, ഞാൻ കൊണ്ടുപോയി കിടത്താം. ഞാൻ കിടത്തിക്കൊള്ളാം. മാഷ്ക്ക് പണിക്ക് പോയിക്കോളൂ. തന്നെ തനിച്ചാക്കിയിട്ട് ഇന്ന് രാത്രി ഞാനിവിടെ കിടക്കാം. വേണ്ട മാഷേ, 3-4 ദിവസമായില്ല എൻ്റെ കൂടെ കൂടിയിട്ട്. മാഷ്ക്ക് നല്ല ക്ഷീണുണ്ട്. ചെന്ന് കിടന്നോളൂ, നമുക്ക് രാവിലെ കാണാം. സാരമില്ല, ഇന്ന് എന്നെ ഒറ്റയ്ക്ക് വിട്. തന്റെ ഇഷ്ടം. മോള് സ്വപ്നം കണ്ടതാ. ഉണ്ണി
സുനിയേട്ടൻ എവിടെയും പോയിട്ടില്ലേ? പേടിയാണ്. പേടിക്കണ്ട, അച്ഛനെ മോള് വാ. എന്നാ പിന്നെ മാഷ് ക്ലാസ്സിലേക്കല്ലേ? ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇരുന്നോളൂ. എന്നെ മനസ്സിലായോ നിങ്ങക്ക്? ഞാൻ വിഷ്ണു. ഇനി മുതൽ ഞാനാ നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. എല്ലാവരും വന്നിട്ടുണ്ടോ? എന്താ എല്ലാവർക്കും ഒരു സന്തോഷമില്ലാണ്ട്? പുതിയ മാഷ ഇഷ്ടായില്ലാന്നുണ്ടോ? മാഷയുടെ മോൻ മരിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിലെ പഠിക്കാ ഇലാലി പറഞ്ഞല്ലോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനാ കെട്ടിയെടുത്തേ സ്കൂളിലേക്ക്. എന്താ എന്റെ പേര്? കൃഷ്ണൻകുട്ടി. നീ ആ കുന്നിക്കൽ കേശവന്റെ മോനല്ലേ? അതെ. നീ അത് ചോദിക്കും. ഇരിക്കാം അവിടെ. നടക്കട്ടെ മാഷെ. മാഷ് പോന്നപ്പോ തൊട്ടുള്ള കരച്ചിലാ, ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു. എന്താ മോളെ ഇത്? എന്തിനാ മോള് കരയണേ? കരയല്ല മോളെ. മോളെ ഞാൻ എടുത്തോളാം. വിഷുമാഷ് പോയി ക്ലാസ് എടുത്തോളൂ. എന്റെ കയ്യിൽ വന്ന ഒരു കുഞ്ഞും കരയില്ല. എനിക്ക് കുഞ്ഞുങ്ങൾ എടുക്കാൻ പ്രത്യേകിച്ചൊരു വൈബുവാ. മാഷ് ക്ലാസ് എടുത്തോളൂ. സുനെ വീട്ടിൽ പൊക്കോളൂ. സുനേന, എങ്ങട്ടായി പായണേ? ഇവിടുത്തെ കാറ്റിന് പോലും ഇത്ര സ്പീഡ് ഉണ്ടാവില്ലല്ലോ. ഒരേ ചെന്നപ്പോ അമ്മായി പറഞ്ഞു എവിടേക്കോ തെണ്ടാൻ പോയിന്ന്. കഴിഞ്ഞാ തെണ്ടല്? വേണ്ട, കൊഞ്ചം വരണ്ടയാള്. അതെ, 5-8 കിലോമീറ്റർ പൊള്ളണ വെയിലത്ത് സൈക്കിളും ചവിട്ടി വന്നത് അന്റെ ഉമ്മുണ്ടാക്കി ഉണക്കപ്പുട്ടും കട്ടൻ ചായം കഴിക്കാനാണല്ലോ. ഉച്ചവരെയുള്ള കച്ചവടം ഇല്ലാണ്ടായത് ഈ വരവുകൊണ്ട്. പണത്തിന്റെയും കച്ചവടത്തിന്റെയും കാര്യമുള്ളൂ എപ്പോഴും. ഇയാളെന്താ വലിയ മാളിക്കൽ അവക്കറാ ചെയ്യാൻ പോവാ? കച്ചവടം ചെയ്ത് പണക്കാരനായിട്ട്? ചിലപ്പോ ആയിക്കൂടാന്നില്ലല്ലോ. ആ കാലം കിടന്നിട്ട് ആനയാകാൻ ആശിച്ചാലേ ആടെങ്കിലും ആവാൻ പറ്റും. എന്റെ ആശാൻ അസംഗോയക്ക എപ്പോഴും പറഞ്ഞ വാക്കാ. പാവം, മൂപ്പർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എങ്ങനെയുണ്ട്? വേനുണ്ടാ? ഇത് ചെറുതാ. എന്നാ വേറെ തരാം. ബാപ്പാട് പറഞ്ഞാ കുതിരവണ്ടിയുടെ കാര്യം? പറയാനങ്ങോട്ട് ചെന്ന ബാപ്പ കൊല്ലും എന്നെ. കുതിരയും വണ്ടിയും ബാപ്പാക്ക് ഇനി ഇല്ല, എന്നെക്കാളും ജീവനാ. അതിനെ പിരിഞ്ഞ് ഒരു ദിവസം കൂടി നിൽക്കൂല ബാപ്പ. ഇതാ പറയണത്, എറിയാൻ അറിയണോന്റെ കയ്യിൽ വടി കൊടുക്കൂലെന്ന്. അന്റെ ബാപ്പ അതിനെയും കൊണ്ട് കാലത്തൊട്ട് മോന്തിയാണവരേക്കും ചന്തമുക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ച് എന്ത് കിട്ടും? എന്റെ കയ്യിൽ കിട്ടിയ അവനെ ഉഷാറാക്കിയിട്ട് ബിസിനസ് അതിലേക്ക് മാറ്റും ഞാൻ. ബാപ്പ കുതിരവണ്ടി തന്നില്ലെങ്കിലോ? എന്നെ കെട്ടൂലേ? തരണം, എന്നാലേ കിട്ടൂ. അപ്പൊ നേരാണല്ലേ കുതിരവണ്ടി കിട്ടിയാലേ എന്നെ കെട്ടൂന്ന് ശേഖരൻ മാഷിന്റെ അടുത്ത് പറഞ്ഞത്? വേണ്ടി വന്ന അന്റെ ബാപ്പന്റെ അടുത്ത് ഞാൻ പറയും. ഞാൻ ആ കുതിരവണ്ടിയല്ലേ ചോദിച്ചുള്ളൂ, ആ പുര വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അനക്കറിയോ, ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ അന്നെ കിട്ടുമ്പോ എനിക്ക് കുതിരവണ്ടി ഫ്രീ. അപ്പൊ പിന്നെ ഇയാളെ ഞാൻ കെട്ടുന്നതിന് എനിക്കൊന്നും ഫ്രീ കിട്ടണില്ലല്ലോ? കിട്ടുമല്ലോ. എനിക്ക് മക്കളെ മുഴുവൻ നീ ഫ്രീ ആയിട്ട് എടുത്തോ. കോട്ടെ മാഷേ. അച്ഛനും മോളും പോയില്ലേ? മോളൊന്നും കഴിച്ചിരുന്നില്ല. ഞാൻ അവൾക്ക് ചോറ് കൊടുക്കായിരുന്നു. സുന്ദരിക്കുട്ടി ഉച്ചയ്ക്കുള്ള ചോറ് വൈകുന്നേരം കഴിക്കുക. ശേഖരൻ മാഷ് ട്രഷറിൽ പോയി. ജീപ്പൊക്കെ കിട്ടി വരുമ്പോ നേരാവും. പറഞ്ഞു, സൈക്കിൾ എന്നെ ഏൽപ്പിച്ചാ പോയത്. നന്നായി, നല്ല കാറ്റിനുള്ള കോളുണ്ട്. മാഷ് പൊക്കോളൂ, അല്ലെങ്കിൽ ഞാനും വരണു. അത്ര വലിയ കാറ്റൊന്നുമില്ല മാഷേ. ഇവിടത്തെ കാറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല മാഷേ. ഈ ഭൂമിയുടെ കിടപ്പ് അങ്ങനെ. ഈ കഴിഞ്ഞ മകരത്തില് 3ാം ക്ലാസ്സും ടീച്ചർമാരുടെ മുറിയും കാറ്റടിച്ചു. അതിനു മുമ്പ് കുട്ടികളുടെ മൂത്രപ്പര കാറ്റടിച്ചു പോയി. നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്ത് കെട്ടിയ ഷെഡൊരെണ്ണം കാറ്റെടുത്തത് കെട്ടിത്തരാന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് തന്ന. ആ സന്തോഷത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ ഓഫീസിൽ വെച്ചിരുന്നു. അത് പിറ്റേ ദിവസം കാറ്റടിച്ച് അറബിക്കടലിലേക്ക് വരെ എത്തിച്ചു. അതിന്റെ അടുത്ത മാസം മന്ത്രിയുടെ കാറ്റും പോയി. അതെ കണ്ടോ,
കാറ്റിന്റെ ഗതി അറിയാൻ ഞാൻ ഉണ്ടാക്കി വെച്ച യന്ത്ര. ഇവന്റെ ആട്ടം കണ്ടാ മതി കാറ്റിന്റെ സകല വികൃതിത്തരങ്ങൾ എനിക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞ ഹെഡ് മാസ്റ്റർ ഒരു ശാസ്ത്രജ്ഞനാവണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, വിവരമുള്ളവർ എന്നെക്കാൾ മുമ്പ് ജനിച്ച് സകലതും കണ്ടുപിടിച്ചു. എനിക്ക് കണ്ടുപിടിക്കാവുന്നില്ല. അതെ. അമ്മ നിറച്ചും മാമുണ്ണണം, നന്നായി ഉറങ്ങണം. അവിടെ കൊതുകുണ്ടമ്മേ? അവിടെ കൊതുകൊന്നുമില്ല മോളെ. എന്നാലും എഴുതിക്കോ, ഇവിടെ കൊതുകേയില്ല. ഒക്കെ കാറ്റടിച്ച് പോയെന്ന് അച്ഛൻ പറയണേ. ഇനി എന്താ എഴുതച്ചാ? മോള് പറ. മോൾക്ക് ഇവിടെ സുഖം തന്നെ. ഇപ്പൊ എന്റെ കൈക്ക് വേദന കുറഞ്ഞു. അതെഴുതണോ മോളെ? വേണ്ട, അത് അമ്മയ്ക്ക് അറിഞ്ഞൂടല്ലേ. ഉം. അപ്പൊ ഉണ്ണേട്ടനെന്താ ഒന്നും എഴുതാത്തെന്ന് അമ്മ ചോദിച്ചാലോ? വെളിച്ചം കണ്ടപ്പോ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. ട്രഷറിന്ന് വരുന്ന വഴിയാ. മായമോൾ ഉറങ്ങിയില്ലേ? ഇല്ല, അമ്മയ്ക്ക് കത്ത് എഴുതായിരുന്നു. ആഹാ. മോളെ തനിച്ച് പ്രിയയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവൾക്ക് അമ്മയോട് പലതും പറയാണ്ടാവില്ലേ? ഇത് ഈ അമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാ. എങ്ങനെയുണ്ട്? ഹായ്. കത്തെടുത്ത് നിർത്തണ്ട, ഞാൻ ഇറങ്ങാണ്. ഇങ്ങോട്ട് കയറാൻ ഒരു കാരണം കൂടിയുണ്ട്. ട്രഷറിന്ന് ഞാൻ ആശുപത്രി വരെ ഒന്ന് പോയി. ആഹാ. അതാ വൈകിയത്. ആ ഭാഗവതരുടെ മോൾക്ക് ബോധം വന്നു. എന്നിട്ട് അയാളുടെ ഒരു സന്തോഷം കാണണം. ഞാനും ആ കുട്ടിയോട് കുറച്ചു നേരം സംസാരിച്ചു. ഇപ്പോഴും സീരിയസ് ആണ്, എന്നാൽ രക്ഷപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ കുട്ടി തന്നെ അന്വേഷിച്ചു. ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് കുറെ നേരം കരഞ്ഞു. അവരെന്റെ മോനെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ചില ആൾക്കാരും ഒരു തവണ മതി, ഒരു ജന്മം മനസ്സ് സൂക്ഷിക്കും. മഷന്മാരെ ശിക്ഷിക്കുക, ഞാൻ ഇനിയും വരും. കട്ടുമക്കൻ. അയ്യേ. അങ്ങോട്ട് എന്താ മാഷേ ഇത്? ഒന്നും പറയണ്ട തന്നെ മാഷേ. ദൂരെ കൊണ്ടുപോ. ഇന്നലെ രാത്രി ആ കാട്ടുമാകാനും സിൽബന്ധങ്ങളും ചേർന്ന് ഇതിനകത്ത് ആഘോഷമായിരുന്നു. മാഷ ക്ലാസ്സിൽ ബെഞ്ച് മുഴുവൻ അവർ പൊട്ടിച്ചിട്ടു. 4ാം ക്ലാസ്സിൽ മൂത്രമൊഴിച്ച് അവര് സ്വിമ്മിംഗ് പൂൾ ആക്കി. അതിലും കഷ്ടം അവര് ശേഖര മാഷോട് കാണിച്ചു. എന്തേ? ശേഖരമാഷും കുട്ടികളും പുറത്താ. ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. അച്ചയ്ക്ക് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമില്ലാത്തൊക്കെ അവിടെ അങ്ങോട്ട് ഇറക്കി വെച്ചു. എന്തൊരു കഷ്ടം അത്. വെള്ളം ഒന്നായിട്ടും ഒഴിച്ചിട്ട് ഓടിക്കണം. ആരും ഇവിടെ നിൽക്കണ്ട. ഈ രാജ്യത്ത് എത്രയോ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ഇവരെന്തിനാണ് ഈ സ്കൂളിൽ തന്നെ തോന്നിയാസം കാണിക്കുന്നത്? മാഷേ, വെള്ളം മതിയോ? ഇനി ആ കിണറ്റിൽ വെള്ളം ഇല്ലടോ. ഈ ബക്കറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് മുറ്റത്ത് ചെന്നിരിക്കും. ഇന്ന് മുറ്റത്താ ക്ലാസ്. ഒരു മയമില്ലാത്ത വൃത്തികെട്ട ഒരുത്തന. മുമ്പൊരിക്കെ ശേഖരൻ മാഷായിട്ട് നുടക്കി. മാഷ് സൈക്കിൾ എടുത്ത് ഒട്ടിച്ചവൻ 2 കഷ്ണാക്കി. സൈക്കിൾ ആയതുകൊണ്ട് റിപ്പയർ ചെയ്ത് ഒന്നാക്കി. കഷ്ണായത് മാഷായിരുന്നെങ്കിലോ? എന്താ ഇങ്ങനെ ഒരു പേര് കാട്ടുമാക്കാൻ? അത് സ്നേഹം കൂടി ഇപ്പൊ നാട്ടുകാർ ഇട്ട് കൊടുത്ത പേരാ. അവന്റെ ശരിയായ പേര് വാസു എന്നാ. ഇറച്ചിവെട്ടായിരുന്നു പണി. എന്ന് വെച്ചാ ആടുമാടുകളെ കട്ടോണ്ട് വന്ന് അറുത്ത് വിൽക്കും. അങ്ങാടിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന ഒരു ഗംഗാധരൻ ഉണ്ടായിരുന്നു. അവന്റെ മാടിനെ ഒരു രാത്രി കട്ടോണ്ട് വന്ന് അറുത്തു. മുറിഞ്ഞ കഴുത്തോടെ നിലവിളിച്ചുകൊണ്ട് കെട്ടുപൊട്ടിച്ച് മാടോടി. കാട്ടുമാക്കാൻ കത്തി കൊണ്ട് പുറകെ. ഗംഗാധരൻ കൈയോടെ പിടികൂടി. ആ പിടിവലിയില് ഗംഗാധരനെ കാട്ടുമാക്ക കുത്തി. ഗംഗാരം മരിച്ചുപോയി. മുറിവൊക്കെ ഉണങ്ങി ആ മാട് ഇപ്പോഴും ഉടമസ്ഥനില്ലാതെ ഇവിടെ അരഞ്ഞിരുന്ന് നടക്കുന്നു. ആ കേസില് കാട്ടുമാക്കാൻ ജീവപര്യന്തം കിട്ടി ജയിലിലായിരുന്നു. ഇപ്പൊ പരോളിലിറങ്ങി മുങ്ങി നടക്കുക. എന്നിട്ട് പോലീസ് അന്വേഷിക്കണില്ലേ? ഒരു കാര്യമില്ല. നമ്മൾ ആരെങ്കിലും അവനെ പിടിച്ചു കൊടുത്താൽ അവർ കൊണ്ടുപോയി ജയിലിലിടും. വീണ്ടും പരോളിലിറങ്ങി പിടിച്ചു കൊടുത്ത നമ്മളെ അവൻ തട്ടും. അതിലപ്പുറം ഒന്നും സംഭവിക്കില്ല. എന്തായാലും ഇത് കണ്ടില്ല എന്ന് വെച്ചാൽ ശരിയാവില്ല. അറ്റ്ലീസ്റ്റ് ഇത് ആവർത്തിക്കാതിരിക്കെങ്കിലും നോക്കണ്ടേ? കത്തി എടുത്ത് പുറം ചൊരുകണോ മാഷേ? അതും ഇത്രയും മൂർച്ചയുള്ള കത്തി.